കാണാത്തവരെല്ലാം സിനിമ കാണുക, അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ കണ്ടിട്ട് പറ. എനിക്കറിയില്ല, നിങ്ങൾ പറ. നല്ല പടമാണ്. നല്ല, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാപ്പൻ, കാവൽ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഓൾഡ് ഒരു പ്രായമായ സുരേഷ് ചേട്ടനായിരുന്നു. ഇതിനകത്ത് ആ ഒരു യങ്, ഒരു ഡെയറിംഗ് ആയിട്ടുള്ള സുരേഷ് ചേട്ടന്റെ ആ ഒരു പെർഫോമൻസ് ആണ് വന്നിരിക്കുന്നത്. കിടിലം പടം, ഒന്നും നോക്കാനില്ല. ഷുവർ ഷോട്ട് കിറ്റ് കേട്ടതിന് ശേഷം പേരിന്റെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ ഈ ഒരു ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി എന്ന നടന്റെ വളരെ നാളുകൾക്ക് ശേഷമുള്ള ഒരു വക്കീൽ വേഷത്തിൽ തിളങ്ങിയ ഒരു ചിത്രം, അതാണ് ആദ്യം എടുത്തു പറയേണ്ടത്. സുരേഷ് ഗോപി എന്ന നടന്റെ ബലത്തിൽ തന്നെയാണ് JSK എന്ന് പറയുന്ന ഒരു ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതൊരു വേറൊരു രീതിയിലുള്ള, തീർച്ചയായിട്ടും അതിൽ ഒരുപാട് മുഹൂർത്തങ്ങൾ, അതേപോലെ നമ്മളെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സുരേഷ് ഗോപി എന്ന നടനിൽ നിന്ന് ഈ ഒരു ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. നമുക്ക് കണ്ടത് മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ അനുപമ എന്ന് പറയുന്ന നടി, തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു ഓഡിയോ ലോഞ്ചിനൊക്കെ അദ്ദേഹം സുരേഷ് ഗോപി ചേട്ടൻ തന്നെ പറഞ്ഞ് അനുപമയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരിക്കും ഈ ഒരു ചിത്രം. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാധവ് സുരേഷ്, പിന്നെ അഷ്കർ അലി, നമ്മുടെ ആസിഫ് അലിയുടെ അനിയൻ, വളരെ അദ്ദേഹം ഓരോ ചിത്രം കഴിയുന്തോറും വ്യത്യസ്തമായ, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നായക നിരയിലേക്ക് വരാൻ പറ്റിയ ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രുതി രാമേന്ദ്രൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു JSK. പടം കുഴപ്പമൊന്നുമില്ല, ഒരു വെറൈറ്റി പടം. സുരേഷ് ഗോപിയുടെ മൂപ്പറ് ഗുണ്ട പോലീസൊക്കെ ആയിട്ടാണ്, പക്ഷെ ഇത് ഒരു വെറൈറ്റി. പിന്നെ സുരേഷ് ഗോപിയുടെ തിരിച്ചു കുറവാണല്ലോ, അപ്പൊ നല്ല രസമുണ്ട്. നല്ല ക്ലാസ് മൂഡ് പടം. കണ്ടന്റ് ബേസ് നല്ല ക്വാളിറ്റിയാണ്. സ്ത്രീകൾക്ക്, ലേഡീസിനൊക്കെ നന്നായിട്ട് വർക്കാവും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഹിറ്റാവും, പോസിറ്റീവ് എന്തായാലും വരും. നന്നുണ്ട്. ചിന്താമണി കൊലക്കേസ് ആ ഒരു ഇതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ജനറേഷനിൽ എല്ലാവർക്കും നല്ല വർക്കാവും, ഏത് ഓഡിയൻസും നല്ല വർക്കാവും. എന്താ കണ്ടന്റ് സൊസൈറ്റിയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ. കംബാക്കാണ്, അതിൽ കംബാക്കിനെ ഗരുഡന് ശേഷമാണല്ലോ ഇപ്പോൾ ഒരു മലയാളത്തിലേക്ക് ഒരു ഒരു മൂവി വരുന്നത്. അതിലെല്ലാം വർക്കായിട്ടുണ്ട്. സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എല്ലാം നല്ലത്. മികച്ച പെർഫോമൻസ്, മികച്ച അഭിനയം. ഒരു പക്ക ഒരു സ്റ്റോറി ബാക്ക്ഗ്രൗണ്ടിൽ കൂടിയാണ് പടം പോകുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ക്ലൈമാക്സോട് വരുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ഡബിൾ മൈൻഡ് ആവും. കാരണം ആ ഒരു കൺസെപ്റ്റ്, ഒരു വെറൈറ്റി കൺസെപ്റ്റ് ആയിരുന്നു. കാരണം ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഞാൻ ഇതുവരെ സിനിമയിൽ ആ ഒരു വിഷയം കണ്ടിട്ടില്ല. അത് ഹൈലൈറ്റഡ് എടുത്തിട്ടുണ്ട്. പടം നല്ലൊരു ഡീസന്റ് ത്രില്ലർ മൂവിയാണ്, എല്ലാവരും കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. പടം നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. സുരേഷ് ഏട്ടൻ അടിപൊളി. അത് സുരേഷ് ഏട്ടൻ തന്നെ. ഷോപ്പിന്റെ ഒരു വക്കീൽ വേഷമാണ്, ഒരു നല്ല സ്റ്റോറിയാണ് പറഞ്ഞത് ഈ പടത്തിന്റെ. അപ്പോൾ ബാക്കിയെല്ലാം കണ്ട ആൾക്കാരെല്ലാം അറിയാം. അതോളൂ. അതെ, നല്ല പടമാണ്. നമ്മുടെ സുരേഷ് ഗോപി വീണ്ടും തിരിച്ചു വന്നു. പിന്നെ അടുത്ത ഒറ്റ കൊമ്പൻ കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്താമണി കൊലക്കേസ് അങ്ങനത്തെ ഒരു സീനാണ്, കുറച്ച് സീനുള്ളൂ. ഏതായാലും അച്ഛനും മോനും തമ്മിലുള്ള രംഗങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും മകൻ നല്ലൊരു മികച്ചൊരു അഭിനേതാവ് തന്നെയാണ്. കാരണം അത്രയ്ക്കും അച്ഛനും മോനും അച്ഛൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റിയ തന്നെ ആ മകൻ്റെ ഭാഗ്യം തന്നെയാണ്. ഏതായാലും നല്ലൊരു ചിത്രം തന്നെയാണ്. സുരേഷ് ഗോപി സൂപ്പർ, നല്ല പെർഫോമൻസ് ഒക്കെ അടിപൊളി, ഡയലോഗ് പ്രസന്റേഷൻ അടിപൊളി. ഏതായാലും JSK നല്ലൊരു ചിത്രമാണ്. എല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന്